നമസ്കാരം. ഞാനിന്നിവിടെ ഒരു എഗ്ഗിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 4 പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവയാണ് വേണ്ടത്. ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 5-6 വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയുമാണ് എടുത്തിരിക്കുന്നത്. അത് രണ്ടും തീരെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ടയുടെ മഞ്ഞക്കുരു ആവശ്യമില്ല, അതെടുത്ത് മാറ്റണം. അതിനുശേഷം വെള്ള ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവ് ഞാനിവിടെ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇത് കുഴയ്ക്കാൻ വേണ്ടി നമ്മൾ വെള്ളം ചേർക്കില്ല, മുട്ട തന്നെയാണ് ചേർക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മുട്ട ഉടച്ച് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിൽ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് ചെറിയ ബോളാക്കി നമുക്കിടാം. ഇതൊന്ന് നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതിനി നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കളർ മാറുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കളർ ഇപ്പോൾ ഇവിടെ ഏകദേശം മാറി വരുന്നുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മുട്ടയും ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ മുട്ടയിൽ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസൊക്കെ അതിലേക്ക് ഇടേണ്ട ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത ശേഷം 2 വറ്റൽമുളക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ചെയ്യുന്നത് ലോ ഫ്ലെയിമിലാണ്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ എഗ് 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.